ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? രഹനയാണ്. വെൽക്കം ബാക്ക് ടു ഷേക്കാസ് പ്ലാനറ്റ്. സ്കൂൾ തുറക്കാറായല്ലോ. അപ്പോൾ അതേ സ്കൂൾ തുറക്കണതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ ഞാനും ജോയിൻ ചെയ്യണമല്ലോ പുതിയ സ്കൂളിൽ. അപ്പോൾ മക്കൾ 2 പേരുണ്ട്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷമുണ്ട് അതിന്. ചെറുത് ഇപ്പോൾ 2 വയസ്സായിട്ടുള്ളൂ അല്ല. അപ്പോൾ എന്തായാലും സെലിമോന് UKGയിലും ഷെയ്ഖമോള് 5th ആയിട്ടുണ്ട്. അപ്പോൾ മക്കളോടൊപ്പം 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ട് ഞാനും ഉണ്ടാവും പുതിയ സ്കൂളിൽ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, 2 പേരായിട്ട് പോവാമല്ലോ. പിന്നെ മക്കൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2ാമത്തെ ആളെയും പുതിയ സ്കൂളിലേക്ക് മാറ്റിയത്. അപ്പോൾ ബാഗുകളും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ചെറിയ ആൾക്ക് 2ാമത്തെ ആൾക്ക് 10ാം തീയതി തുടങ്ങുള്ളൂ LKG UKG ഒക്കെ. പക്ഷേ ഇക്കാക്കാണ് നാളെ ഓപ്പൺ ആവണത്. ബാക്കി എല്ലാവരും പ്രവേശനോത്സവമാണല്ലോ നാളെ. പഞ്ചായത്ത് തല പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിലാണ്. അതിൻ്റെ ഇടയിൽ വേപ്പല എന്താണെന്നല്ലേ ഉമ്മച്ചി തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് വേപ്പല കൊണ്ടുവന്നിട്ടാ. അപ്പം നല്ല നാടൻ കറിവേപ്പിലയാണ്. അവിടെ ഒരുപാടുണ്ട്. വേപ്പ് മരത്തുമ്പോൾ നല്ലോണം വേപ്പല ഉള്ള കാരണം ഉമ്മച്ചി വീട്ടിൽ പോയി വരുമ്പോൾ വേപ്പല നന്നായിട്ട് കൊണ്ടുവരും. അപ്പോൾ ചെറുത് ഇവരെ കൊണ്ടൊന്നും സമ്മതിക്കണില്ല കേട്ടോ. ഷെയ്ക്കത് ബോക്സിൽ പെൻസിൽ അത് ഇതൊക്കെ അടക്കി വെക്കുകയാണ്. അപ്പോൾ ചെറുത് ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ സെലിമോൻ എൻ്റെ ബാഗും വേണമെന്നും പറഞ്ഞിട്ട് അവൻ്റെ ബാഗും കാണിച്ച് തരുന്നുണ്ട്. സ്കൂബിയുടെ ആണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അവനക്കില്ലിപ്പോൾ, നാളെ അവനക്കില്ല, 10ാം തീയതി തുടങ്ങുള്ളൂ. അപ്പോൾ അവൻ്റെ ബാഗൊക്കെയാണ് അവന് കാണിച്ചു തരണത്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഉമ്മയെന്നും പറഞ്ഞിട്ട് ബാഗൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ 10ാം തീയതി സ്കൂൾ തുടങ്ങും. പിന്നെ 13ാം തീയതിയാണ് മോൻ്റെ മുടിയുടെ ഡൊണേഷനും നടക്കുന്നത് അമല ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. അപ്പം അതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇതെൻ്റെ ബാഗാണ്. നാളെ മുതൽ ഞാനും ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കുണ്ട് ബാഗ്. ഞാൻ കുറച്ച് വലിയ ബാഗ് എടുത്താണ്. ഇനിയിപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവെക്കലും പിള്ളേരെ ബുക്സൊക്കെ കൊണ്ടുവരേണ്ടി വരികയാണെങ്കിൽ കുറച്ച് വലിയ ബാഗ് വേണമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ കുട, അംബ്രല, അതായത് കുട ഇല്ലാതെ എനിക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും കുട വേണം. ഒരു ധൈര്യമാണ് കുട ബാഗിലുണ്ടെങ്കിൽ. അപ്പോൾ കുടയൊക്കെ ചീത്തയായ തവണ പുതിയ കുട വാങ്ങി. ഇതാ ബാഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ വലിച്ച് വലുതാക്കി ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഒരു ഡയറിയും ഒരു നോട്ട്ബുക്കും എൻ്റെ കയ്യിലുണ്ട്. ഞാനപ്പോൾ അതാണ് ആദ്യമായിട്ട് ബാഗിൽ വെക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ കുറച്ച് പിള്ളേരുടെ ഡീറ്റെയിൽസൊക്കെ എഴുതണമല്ലോ. അപ്പോൾ ഇത് എൻ്റെ പഴയ ഒരു പൗച്ചാണ്. ഞാൻ TTCക്ക് DLED ചെയ്യുമ്പോൾ ഈ പൗച്ചാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പനങ്ങാടൊക്കെ പോയിരുന്നപ്പോൾ. അപ്പോൾ സെയിം പൗച്ച് കഴുകി ഞാൻ എൻ്റെ റെഡിങ്ങും ബ്ലൂയിങ്ങും ഒക്കെ അതിൽ വെക്കുകയാണ്. സാന്ദ്ര തന്ന എൻ്റെ കൂട്ടുകാരത്തിയാണ് സാന്ദ്ര, എൻ്റെ ഫ്രണ്ടാണ്. അവളുടെ ബാമാണ്. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാവുമായിരുന്നു എൻ്റെ പേഴ്സിൽ. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും വെക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് 4C ആണ് എനിക്ക് ഡിവിഷൻ കിട്ടിയത്. അപ്പോൾ 4C. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ പേരൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മക്കളൊക്കെ നമ്പറൊക്കെ എഴുതിയെടുത്തിട്ട് അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. എന്നിട്ട് വേണം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. നാളെ മക്കളൊക്കെ കാണാമല്ലോ. അപ്പോൾ ഇനി 3 മക്കളല്ല, ഇനി 35 പേരും കൂടെ എനിക്ക് കൂടുകയാണ്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. ഒരു നല്ല തുടക്കമാവട്ടെ എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അപ്പോൾ എന്താ പറയുക, ഇതാ മക്കൾ വാട്ടർ ബോട്ടിലൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കുന്നുണ്ട്. കവറിൽ നിന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് 2ാമത്തോൻ്റെയാണ്. അവനക്ക് സിപ്പുള്ളതാണ് ഇഷ്ടം. അപ്പോൾ സിപ്പ് ചെയ്ത് കുടിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സിപ്പറുള്ളതാണ് അവനക്ക് വാങ്ങിയത്. അപ്പോൾ അത് ഇത്തിരി ടൈറ്റ് ഉണ്ട് ഉമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇത്തിരി ടൈറ്റ് ഉണ്ട്. പക്ഷെ അത് ഓപ്പൺ ചെയ്ത് പിന്നെ അത് വെക്കുമ്പോൾ അതങ്ങനെ ഇരുന്നോളും. വലിയ കുഴപ്പമില്ല. യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ആ ഒരു ബ്ലാക്കും ബ്ലൂവും ബോട്ടിൽ കണ്ടത് എൻ്റെയും ഷെയ്ഖമോളുടെയും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഒരുപാട് ഒരുക്കങ്ങളുണ്ട്. ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷെയ്ഖമോളുടെ ബുക്ക് കിട്ടിയിട്ടില്ല. ഇത്തവണ 5th സ്റ്റാൻഡേർഡിലൊക്കെ ബുക്ക് ചേഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ടാറ്റാ.